ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇന്നലെ പോർക്ക് കറി ആക്കിയായിരുന്നു കേട്ടോ. അത് ചൂടാക്കുന്നുണ്ട്. രാവിലെ ദോശ ആക്കാമെന്ന് വിചാരിച്ചേ. പോർക്ക് കറിയുള്ള ദിവസം അല്ലെങ്കിൽ ഇറച്ചിക്കറിയോ ചിക്കൻ കറിയോ എന്തെങ്കിലും ഇല്ല ദിവസം ആർക്കായാലും എനിക്ക് ദോശയാണ് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം കേട്ടോ. എന്നിട്ട് ഞാൻ ദോശ തന്നെ ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ദോശക്ക് അരി അരക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ പോർക്ക് കറി ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കൊണ്ടുവന്ന ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തേക്ക്. അപ്പോൾ ഇന്നലെ എല്ലാവരും കഴിച്ചിട്ട് ബാക്കി ഒരു കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അത് ഞാൻ ആവിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാക്കാൻ. എൻ്റെ മോന് പോർക്ക് കറി ഇഷ്ടമാണ്, പക്ഷേ അവന് കഴിക്കുമ്പോൾ വയറുവേദന അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ട് അവൻ കഴിച്ചപ്പം വയറുവേദന ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കൊടുത്തില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ബിരിയാണി അത് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ അത് ചൂടാക്കി കൊടുത്തത്. രാവിലെ ചൂടാക്കി കഴിച്ചാൽ അവൻ നല്ലോണം കഴിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് ചൂടാക്കി. അപ്പോൾ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. പണിക്കാരുണ്ടായതുകൊണ്ട് ഇപ്പം രാവിലെ പറഞ്ഞത് പണിക്കാരുണ്ട് എന്നുള്ളത്. അപ്പം വേഗം വെള്ളം ചൂടാക്കാൻ വെച്ചു കേട്ടോ. ചൂടുവെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ കുടിക്കാൻ. മറ്റ് ഭക്ഷണങ്ങളൊന്നും ഇപ്പം അവർക്ക് വേണ്ട കേട്ടോ. ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആക്കി കൊണ്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ രാവിലെ അവർ രാവിലെ 6-6:30 എല്ലാം ആകുമ്പോഴത്തേനും വരും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണി അങ്ങനെ അവിടെയാണ് അവർ പണിയെടുക്കുക. അപ്പോൾ ഞാൻ രാവിലെ വരുന്നതല്ലേ, അപ്പോൾ ഭക്ഷണമൊന്നും നേരെ ഉണ്ടാവില്ലല്ലോ അവർക്ക്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം, കാൽ ചായ കണക്കി ഒരു ഗ്ലാസ് വെള്ളം, എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാവും കേട്ടോ. അത് ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട് കേട്ടോ. വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ ഒരു രാവിലെ വരുന്നതല്ലേ എന്ന് ഓർത്തിട്ട് കൊണ്ടു കൊടുക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അരി അരച്ചിട്ട് വന്നു കേട്ടോ. ഇനി അരി അരച്ചിട്ട് ഇനി ദോശ ചുടണം. പിന്നെ അധികം നിങ്ങളെ ഇട്ട് കുഴപ്പിക്കുന്നില്ല കേട്ടോ. എപ്പോഴും ഞാൻ അടുക്കളയിലും അലക്കാനും എല്ലാം അല്ലേ. അതുകൊണ്ട് ഞാൻ അലക്കുന്നത് ഞാൻ ഇന്ന് ഒഴിവാക്കി തന്നിട്ടുണ്ട്. അലക്കുന്നത് ഞാൻ ഇന്ന് കാണിക്കണ്ടെന്ന് വെച്ചു കേട്ടോ. അപ്പം അടുക്കളയിൽ തന്നെ ഇനി പുറത്തൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കണമെന്നുണ്ട് കേട്ടോ. അതെടുക്കാം കേട്ടോ. എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ദോശ ചുടുന്നുണ്ട്. അതിനിടയിൽ കുഞ്ഞ് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ പോയിട്ടോ. അവൾക്ക് ഉറക്കം ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടു കേട്ടോ. ദോശ ചുട്ട് വെക്കാനുള്ള പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ദോശ ചുട്ടിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതിനിടയിൽ എൻ്റേതായ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ രാവിലെ ഇങ്ങനെ ഇന്നിപ്പം കറിയാക്കണ്ടല്ലോ, അല്ലെങ്കിൽ കറിയെല്ലാം ആക്കിയിട്ടെല്ലാത്തേനും ഭയങ്കരമായിട്ട് തിരക്കായിരിക്കും രാവിലെ സമയത്ത്. അപ്പം ഇന്നിപ്പോൾ കറിയാക്കണ്ട, കറി ചൂടാക്കിയല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ പിന്നെ പണി അങ്ങനെ ഇല്ല, കുറവാണ്. കറീൻ്റെ പരിപാടിയൊന്നും നോക്കണ്ടല്ലോ, ചൂടാക്കി വെച്ചാൽ മാത്രം പോരെ. അതുകൊണ്ട് കുറച്ച് ഫ്രീ ആണ് കേട്ടോ. അടുപ്പ് ഫ്രീ അല്ല, ഞാൻ കുറച്ചൊരു റിലാക്സ് ആയിട്ടാണ് ഇതാക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ചോറുണ്ടായിരുന്നു കേട്ടോ തലേന്നത്തെ. അത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ തിളപ്പിച്ച് ഊറ്റിയ. ഇനി ചോറ് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വച്ചാൽ മതിയല്ലോ. ഇത് കണ്ടോ, ഞാൻ ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. പാട്ടൊക്കെ പാടി അതിന് കണക്കായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നതാണ് കേട്ടോ. അത് ഇടയ്ക്കുള്ള സുഖടാ. ഇടയ്ക്ക് എനിക്കൊരു ചെറിയ ഡാൻസിൻ്റെ ഒരു കേൾക്ക് വരും കേട്ടോ. അപ്പം ഞാൻ ഡാൻസും കളിച്ച് പാട്ടൊക്കെ പാടിയിട്ടൊക്കെ അടുക്കളയിൽ പണി ചെയ്യാം കേട്ടോ.
പിന്നെ പരമാവധി ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്താണ് ഞാൻ ചെയ്യാറ്. ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഡാൻസ് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. അപ്പോൾ ഓക്കേ.